ആം ആദ്മി പാർട്ടിയിലെ 7 എംപിമാരുടെ BJP ലയനത്തിന് അംഗീകാരം രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ നൽകുകയാണ്. ലയനം അംഗീകരിക്കപ്പെടുകയാണ് ഔദ്യോഗികമായി. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, ഇപ്പോൾ ഔദ്യോഗികമായി ഇനി BJPയുടെ ഭാഗമായി മാറുകയാണ് ഈ 7 എംപിമാരും. അതിൻ്റെ തുടർച്ചയായി പക്ഷേ നിയമപോരാട്ടത്തിന് നിയമപരമായ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ ആം ആദ്മി പാർട്ടിയുടെ നീക്കം? ഇനിയിപ്പോൾ പാർട്ടിയുടെ മുന്നിലുള്ള മാർഗം എന്ന് പറയുന്നത് നിയമ പോരാട്ടം തന്നെയാണ്. കാരണം നേരത്തെ സഞ്ജയ് സിംഗ് 7 എംപിമാരെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭാ അധ്യക്ഷൻ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കത്ത് അംഗീകരിക്കാതെയാണ് ഇപ്പോൾ 7 എംപിമാരെ BJPയുടെ ഭാഗമാക്കിക്കൊണ്ട് നിലവിൽ രാജ്യസഭയിലുള്ള പാർട്ടികളുടെ കക്ഷിനിര ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ BJPക്ക് 113 അംഗങ്ങളായി ഉയർന്നിട്ടുണ്ട്. ഇതോടുകൂടി ഈ രാജ്യസഭയിലെ ഭൂരിപക്ഷം BJP ഉയർത്തുകയാണ്, NDA ഉയർത്തുകയാണ്. 140 മുകളിലേക്ക് NDAയുടെ അംഗസംഖ്യ ഇപ്പോൾ വർദ്ധിക്കുന്നു. എന്തായാലും ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നിലുള്ള 2 കേസുകൾ എന്ന് പറയുന്നത് ഗോവയിലെയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെയും കേസുകളാണ്. ആ കേസുകൾക്കൊപ്പം തന്നെ രാജ്യത്തെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള ഒരു സുപ്രധാന വിധിയിലേക്കായിരിക്കും ഇനി ആം ആദ്മി പാർട്ടി കേസ് നൽകി അത് എത്തിച്ചേരാൻ പോകുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് നിലവിൽ ഇപ്പോഴുള്ള അംഗബലം 75 കുറഞ്ഞിട്ടുണ്ട്. ഇത് കേവലം എംപിമാരുടെ കൂറുമാറ്റം മാത്രമല്ല ആം ആദ്മി പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്നത്. എംപിമാർക്ക് പിന്നാലെ പഞ്ചാബിൽ നിന്നും ഡൽഹിയിൽ നിന്നും കൂടുതൽ MLA മാർ കൂടി പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുമെന്ന ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ ശിരോമണി അകാലിദൾ ഉൾപ്പെടെ ഈ പ്രചരണത്തിന് കൂടുതൽ മൂർച്ച നൽകിയിരുന്നു. മന്ത്രിമാരുൾപ്പെടെ പഞ്ചാബിൽ നിന്ന് പോകുമെന്നായിരുന്നു പറഞ്ഞത്. എന്തായാലും ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ശരി, ആം ആദ്മി പാർട്ടിയിലെ 7 എംപിമാരെ BJPയിൽ ചേരാനുള്ള തീരുമാനം, ലയനം അംഗീകരിക്കപ്പെടുകയാണ്. രാജ്യസഭാ അധ്യക്ഷനാണ് അക്കാര്യത്തിൽ ഔദ്യോഗികമായി തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം നിയമപരമായി മുന്നോട്ട് പോകുക എന്താണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നിലുള്ള വഴി. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.